ഈ തെരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പല അടരുകളിലായിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന എക്സ് ഫാക്ടേഴ്സ് ആണ്. പല അടരുകളിൽ ഇപ്പോൾ മലപ്പുറത്ത് പ്രവർത്തിക്കുന്നതാകണമെന്നില്ല ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ പ്രവർത്തിക്കുക. കേരളം ഒന്നാകെ ഒരു എക്സ് ഫാക്ടർ ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പ്രതിപക്ഷം പറയുന്നത് അതാകട്ടെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണെന്ന്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ പിണറായി വിരുദ്ധ തരംഗമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. ദാറ്റ്സ് എൻ എക്സ് ഫാക്ടർ ആയിട്ട് പ്രതിപക്ഷം കരുതുന്നു. എന്നാൽ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ന്യൂനപക്ഷ ഏകീകരണമാണ്, വോട്ടുകളുടെ ഷിഫ്റ്റിംഗ് ആണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. നോക്കൂ, ആന്റോ അഗസ്റ്റിൻ 26% മുസ്ലിം പോപ്പുലേഷനുള്ള 19% ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള രണ്ടും കൂടി ചേർന്നാൽ 45% കേരളത്തിലെ വോട്ടർമാർ വരുന്ന, കേരളത്തിലെ ഏകദേശം ഒരു 70-75 മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായ രണ്ടു പ്രധാനപ്പെട്ട സമുദായങ്ങൾ, അവർ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുന്നത് എന്നുള്ളത് വളരെ വളരെ നിർണായകമാണ്. അതൊരു ഫാക്ടർ തന്നെയാണ്. ഒപ്പം 23% വരുന്ന ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവേളയിൽ ഉണ്ടായ എല്ലാ വിഷയങ്ങളുടെയും ആണിക്കല്ല് എന്ന് പറയുന്നത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ അഡ്രസ്സ് ചെയ്യലായിരുന്നില്ല. പകരം ചർച്ചയാക്കിയത് ഈ സമുദായ വർക്കുകൾ അല്ലെങ്കിൽ സമുദായ വോട്ടുകൾ എങ്ങനെ എത്തിക്കാം എന്നുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്.